ചില നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നു. അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ ഒരുപക്ഷെ മാറ്റിയേക്കും. പകരം മനോജ് എബ്രഹാമും എച്ച് വെങ്കടേഷുമാണ് പരിഗണനയിൽ. ബൽറാം കുമാർ ഉപാധ്യായയുടെ സാധ്യതയും ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുന്നു. പോലീസ് തലപ്പത്ത് വൻ ചേരിതിരിവ് സംഭവിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എം ആർ അജിത് കുമാറിന്റെ ഇടപെടലുകളിൽ പോലീസ് സേനയ്ക്കും കടുത്ത അതൃപ്തി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. എം ആർ അജിത് കുമാർ പോലീസ് മേധാവിയാകാനുള്ള നീക്കം നടത്തുകയായിരുന്നുവെന്ന് മറുചേരി പറയുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം എന്നുള്ളതാണ്. കാരണം വലിയ നിർണായകമായ നീക്കങ്ങൾ പോലീസ് ആസ്ഥാനത്ത്, പോലീസ് ചേരിയിലടക്കം സംഭവിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പോലീസ് തലപ്പത്തുള്ള ഈ വലിയ ചേരിതിരിവ്, അതും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇതിനു മുൻപ് തന്നെ ഈ മനോജ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഒരു അസംതൃപ്തി പോലീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണോ? രഞ്ജിത്ത്, സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോലീസ് തലപ്പത്തെ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിതിരിവ് മാറുന്നു എന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എം ആർ അജിത് കുമാറിനെതിരെ, ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെതിരെ ഇന്നലെ പി വി അൻവർ MLA ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു കേട്ടിരുന്നു. അതായത് പി വി അൻവർ സർക്കാരിന്റെ അറിവോടെയല്ല, സ്വന്തം ഇഷ്ടത്തിന് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന തരത്തിൽ പോലീസ് തലപ്പത്ത് നിന്ന് തന്നെ ഒരു വാർത്ത പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടെ അതായിരുന്നില്ല സാഹചര്യങ്ങളൊക്കെ മാറി പറഞ്ഞു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ കൈവശം കൂടുതൽ തെളിവുകളുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയായിരുന്നു. അതിനിടയിലാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം പോലീസ് തലപ്പത്ത് ചില ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമായത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേർ സാഹിബിനെ തന്നെ അവർ ഇക്കാര്യം ധരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ക്രമസമാധാന ചുമതലയിൽ ADGP എം ആർ അജിത് കുമാർ എത്തിയതിനു ശേഷം രണ്ട് പോലീസ് മേധാവിമാർ, അനിൽ കാന്ത്, അതിനുശേഷം ഇപ്പോൾ ഷെയ്ഖ് ദർബേർ സാഹിബ്, അവരെ രണ്ടുപേരെയും റബ്ബർ സ്റ്റാമ്പാക്കിക്കൊണ്ട് എം ആർ അജിത് കുമാർ അവർക്ക് മുകളിൽ ഹൈജാക്ക് ചെയ്തുള്ള ഇടപെടലുകൾ നടത്തുകയായിരുന്നു എന്ന വിമർശനമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നത്. ഇത്തരം നീരസം ഷെയ്ഖ് ദർബേർ സാഹിബ് തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചതായിട്ടുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. അതിനിടയിൽ അടുത്ത വർഷം DGP പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയാകാനുള്ള നീക്കം ഇപ്പോൾ തന്നെ നടത്തുകയായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ മറുചേരി മുമ്പോട്ട് വെച്ചിട്ടുള്ള ആക്ഷേപം. അതിൽ തന്നെ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ P വിജയനെ, അദ്ദേഹം IG ആയിരുന്നു, അദ്ദേഹത്തെ കൃത്യമായി വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വകുപ്പ് തല നടപടിയെടുക്കാൻ കാരണമായത് എം ആർ അജിത് കുമാറിന്റെ ഇടപെടൽ ആയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മറുചേരി ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് P വിജയനെ, അദ്ദേഹം നിലവിൽ പോലീസ് അക്കാദമിയുടെ ഡയറക്ടർ സ്ഥാനത്താണ് തിരികെ എത്തിയത്. സസ്പെൻഷന് ശേഷം അദ്ദേഹത്തെ നിർണായകമായ ചില പദവിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും പോലീസ് തലപ്പത്ത് നടക്കുന്നുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി തന്റെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേർ സാഹിബ് നേരിട്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന്, നിർണായക ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റിയേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്റലിജൻസ് തലപ്പത്ത് ഉള്ള മനോജ് എബ്രഹാം, ADGP മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല കൈമാറാനുള്ള സാധ്യത ഏറുകയാണ്. അതല്ല എങ്കിൽ ക്രൈംബ്രാഞ്ച് ADGP-യായി ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷനെ ഒരുപക്ഷെ ക്രമസമാധാന ചുമതലയിലേക്ക് കൊണ്ടുവന്നേക്കും. അതിനപ്പുറത്തേക്ക് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയും ആ പദവിയിലേക്ക് പരിഗണിക്കുന്നുവെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. നമുക്കറിയാം, പാർട്ടി തലത്തിലടക്കം പോലീസ് തലപ്പത്ത് സർക്കാരിന് നിയന്ത്രണമില്ല. ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന എന്ന വിമർശനം നേരത്തെ മുതൽ ഉയർന്നു കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് കൂടി കൃത്യമായി ബോധ്യമുള്ള സ്വീകാര്യനായ ഒരാൾ മാത്രമേ ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ പദവിയിലേക്ക് എത്തുകയുള്ളൂ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണ് എങ്കിൽ എം ആർ അജിത് കുമാറിന് പകരക്കാരനായി മനോജ് എബ്രഹാം പദവിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന കാലം മുതൽ സർക്കാരുമായി, ഇടത് സർക്കാരുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് മനോജ് എബ്രഹാം. ഒരുപക്ഷെ അദ്ദേഹത്തെ തന്നെ ആ പദവിയിലേക്ക് എത്തിക്കാനാണ് സാധ്യത. അതല്ല എങ്കിൽ എച്ച് വെങ്കടേഷ് തന്നെ ആ പദവിയിലേക്ക് എത്തുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഏതായാലും പോലീസ് തലപ്പത്ത് ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം
MR അജിത് കുമാറിന്റെ ഇടപെടലുകളിൽ പോലീസ് മേധാവി തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ അതൃപ്തി വ്യക്തമാക്കിയെന്ന സൂചനകൾ പുറത്തുവരുന്ന ഘട്ടത്തിൽ ഏത് തരത്തിലായിരിക്കും ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGPക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഏത് തരത്തിലായിരിക്കും പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണം നീങ്ങുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രഞ്ജിത്ത്, ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ പോയേക്കാം. അവിടെയാണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പോലീസിൽ തന്നെ വലിയ ചേരിതിരിവ് സംഭവിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരം ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിയായി മാറാനായി നേരത്തെ തന്നെ അജിത് കുമാർ നീക്കം നടത്തിയിരുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. DGPക്ക് ദർവേഷ് സാഹിബിന് തന്നെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. MR അജിത് കുമാറിന്റെ ഇടപെടലുകളിൽ പോലീസ് മേധാവി കടുത്ത അതൃപ്തിയുണ്ട്. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ വിവരം ചോർത്തി എന്ന പേരിൽ P വിജയനെതിരായ നടപടിക്ക് പിന്നിലും അജിത് കുമാറാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇതിനിടയിൽ P വിജയൻ ഒരുപക്ഷെ തിരിച്ച് വന്നേക്കാം. ക്രമസമാധാന ചുമതലയിൽ അടക്കം ഉള്ള വളരെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് P വിജയനെ തിരിച്ചു കൊണ്ടുവന്നേക്കാം എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പോലീസ് അക്കാദമി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് P വിജയനെ നിർണായക പദവിയിലേക്ക് കൊണ്ടുവന്നേക്കാം എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന സാഹചര്യം കൂടിയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഡാന്, നമുക്കറിയാം P വിജയനെതിരായ നടപടി, പിന്നീട് അദ്ദേഹത്തെ തിരിച്ച് സർവീസിലേക്ക് കൊണ്ടുവന്ന കഥകളൊക്കെ നമുക്കറിയാം. അന്ന് പലരും ആശ്ചര്യപ്പെട്ടിരുന്നു. കാരണം P വിജയനെ പോലെ ഒരാൾ പോലീസ് സേനയ്ക്ക് വലിയ കളങ്കമൊന്നും ഉണ്ടാക്കാതെ, വലിയ ആരോപണ വിധേയനൊന്നും അല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കെതിരെ വളരെ പെട്ടെന്ന് നടപടി ഉണ്ടാവുകയാണ്. അതും ചില ആരോപണങ്ങളുടെ മാത്രം പശ്ചാത്തലത്തിൽ. അതിന് പിന്നിലും അജിത് കുമാറാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള വഴിവിട്ട ഇടപെടലുകളും വഴിവിട്ട സ്വാധീനങ്ങളും അജിത് കുമാറിന് ഈ ഭരണപക്ഷത്തിന്റെ പേരിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ ഉണ്ടായിരുന്നു എന്നുകൂടി മനസ്സിലാകുന്ന ചില കാര്യങ്ങളിലെ സംഭവിക്കുന്നത്. രഞ്ജിത്ത്, പുണ്യം പൂങ്കാവനം എന്ന പദ്ധതി, അതായത് ശബരിമലയെ മാലിന്യ മുക്തമാക്കുന്നതിന് വേണ്ടി നടത്തിയ പുണ്യം പൂങ്കാവനം എന്ന പദ്ധതിയിലൂടെ വലിയ തരത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഇടപെടലുകൾ P വിജയൻ നടത്തിയിരുന്നു. ശബരിമലയിൽ അദ്ദേഹം സ്പെഷ്യൽ ഓഫീസറായി പലപ്പോഴും നടത്തിയ സേവനങ്ങൾക്ക് വലിയ തരത്തിൽ സേനയ്ക്ക് പുറത്തുനിന്നും അകത്തുനിന്നും സ്വീകാര്യത ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുതൽ തന്നെ P വിജയനോട് ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വന്നിരുന്നതുമാണ്. അതിനിടയിലായിരുന്നു ഇലക്ട്രോ ട്രെയിൻ തീവെപ്പ് കേസിന്റെ അന്വേഷണം. അതായത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ നേതൃത്വം നൽകിയിരുന്ന P വിജയനെ, IG P വിജയനെ, അദ്ദേഹം ചില വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ചോർത്തി നൽകിയെന്ന പേരിൽ ആക്ഷേപങ്ങൾ ഉണ്ടായത് സ്വാഭാവികമായി നമുക്കറിയാം. NIA ആ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത് വളരെ വൈകിയായിരുന്നു. അതിനു മുൻപ് കേരള പോലീസായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. അതിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നു വന്നതുമാണ്. അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് വിവാദങ്ങൾ മാറിയതോടെയാണ് മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ, ഇലക്ട്രോ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാരൂഖ് ഷെയ്ഫിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് IG P വിജയനാണ്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ തലവനായി, ATS തലവനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന P വിജയന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. അങ്ങനെയാണ് P വിജയനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അത് പ്രതികാര നടപടിയായിരുന്നുവെന്നും അതിന് പിന്നിൽ ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ മറുവിഭാഗം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ ആഭ്യന്തര വകുപ്പിൽ സ്വാധീനം ചെലുത്തി P വിജയനെതിരെ പ്രതികാരം തീർക്കുകയായിരുന്നു MR അജിത് കുമാർ എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. അതിനിടയിലാണ് ചില മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ P വിജയനെ തിരികെ സർവീസിലേക്ക് എടുക്കുന്നത്. അദ്ദേഹം തൃശൂരിൽ പോലീസ് അക്കാദമിയുടെ ഡയറക്ടർ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് തിരികെ സർവീസിൽ പ്രവേശിച്ചിരിക്കുന്നത്. എന്തായാലും P വിജയനെ നിർണായകമായ ചുമതലയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയേക്കാം എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് തലപ്പത്തും ഉരുത്തിരിയുന്നുവെന്ന നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ക്രമസമാധാന ചുമതലയിൽ നിന്ന്
MR അജിത് കുമാറിനെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പോലീസ് സേനയ്ക്കുള്ളിൽ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ചെറുതായിരിക്കില്ല. കാരണം MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ ADGP ആയി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ പല ഇടപെടലുകളിലും അസംതൃപ്തി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അവർ കൃത്യമായി ഈ പരസ്യമായ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാതെയോ അല്ലെങ്കിൽ DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി രേഖമൂലം നൽകാതെയോ മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഈ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട അസംതൃപ്തി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സംസ്ഥാന പോലീസ് മേധാവിയെ ഇക്കാര്യങ്ങൾ നേരിൽ കണ്ട് ധരിപ്പിക്കുമെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. MR അജിത് കുമാറിനെ മാറ്റിയേക്കുമെന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്തേക്കും. മനോജ് എബ്രഹാമിനെ അടക്കം ഈ പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. മറ്റു പല പേരുകളും പരിഗണനയിലുണ്ട്. ഏതായാലും പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് PV അൻവറാണ്. PV അൻവർ എന്തിന് MR അജിത് കുമാറിന് രംഗത്ത് വന്നെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനിയെങ്കിലും വരേണ്ടതുണ്ട്. പലവിധ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. P വിജയനെതിരെയുള്ള നടപടിക്ക് പിന്നിലും MR അജിത് കുമാറാണ് എന്ന ആരോപണവും ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നു. മനോജ് എബ്രഹാമും H വെങ്കടേഷും പരിഗണനയിലാണ് എന്നുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ തേടുന്നുണ്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റുക എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ADGP MR അജിത് കുമാറിനെ മാറ്റുന്ന നേരത്തെ PV അൻവർ MR അജിത് കുമാറിനെതിരെ ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സോളാർ കേസിലടക്കമുള്ള പങ്കാളിത്തം അട്ടിമറിക്കുന്നതിലെ പങ്കാളിത്തം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ PV അൻവറിന്റെ ഭാഗത്തുണ്ടായത്. PV അൻവറിന്റെ വാക്കുകളിലേക്ക്. ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പം സോളാർ കേസ് കയറി വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ അതായത് പറയുന്നുണ്ട്, എനിക്കയച്ച ആ കേസിനെ സംബന്ധിച്ച് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനുള്ളത്. വളരെ പ്രധാനമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നീണ്ടുനിന്ന അതിശക്തമായ ലക്ഷക്കണക്കിന് സഖാക്കൾ തിരുവനന്തപുരം വരെ വന്ന് പട്ടിണി കിടന്ന് ക്യാമ്പ് ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ ധീരോദാത്തമായ സമരം നമ്മളാരും മറന്നിട്ടില്ല. ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന MR അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം. അതൊക്കെ ഇനി അന്വേഷിക്കുന്ന നാളെ ഇതിനൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഈ സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരെടുത്ത സത്യപ്രതിജ്ഞ അതേപടി പാലിച്ച് ജീവിക്കുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി വളരെ ഉന്നതനായ വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിന്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട്
ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സർ, കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിന് ഒരു ഗ്രൂപ്പുമായിട്ട് അജിത് സാറിന് കച്ചവടം വന്നിട്ടുണ്ട് സാർ. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശ്ശൂരിലുള്ള ബന്ധുക്കളാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കിവിടെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് സാർ. അജിത് സാറിന്റെ ഈ കള്ളക്കടത്ത് രംഗത്തെ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സാർ. പുള്ളിയുടെ സംഘത്തിൽ പെടാത്തവരായ 4 സ്വർണ്ണം കടത്തിക്കൊണ്ട് എയർപോർട്ടിന് പുറത്തെത്തിയാലും മലപ്പുറം SP എന്ന സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൂടും. ഇതിന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാറ് കണ്ണിയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പുള്ളിയുടെ ബാക്കിലുണ്ടെന്നും ഒരു ചാര സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ 1000 സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നവരെ പിന്തുടർന്ന് അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതും ഈ ടീമിന്റെ പിന്നിലുള്ള ബുദ്ധിയാണ്. വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഡാൻ, എന്താണ് ഏറ്റവും പുതിയ നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പിൽ എന്നുള്ളതാണ്. കാരണം പോലീസ് മേധാവി കടുത്ത അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയ സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. ഇതുകൂടി വരുമ്പോൾ പോലീസിൽ ഒരു അഴിച്ചുപണിയിലെ കാര്യങ്ങൾ പോകുന്നു എന്ന സാഹചര്യം ഒരുങ്ങി വരികയല്ലേ? രഞ്ജിത്ത്, ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇന്റലിജൻസ് മേധാവിയായ മനോജ് എബ്രഹാം, ADGP മനോജ് എബ്രഹാം ജനുവരിയിൽ പോലീസ് മേധാവിയാകുകയാണ്. അദ്ദേഹം DGP ആകാൻ പോവുകയാണ്. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിൽ ചില സംശയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രഥമ പരിഗണന ഉള്ളത് H വെങ്കടേശനും ബൽറാം കുമാർ ഉപാധ്യായക്കുമാണ്. അതിൽ തന്നെ സത്യം കേസിലടക്കം നിർണായകമായ കണ്ടെത്തലുകൾ നടത്തി അന്വേഷണത്തിന് നേതൃത്വം നൽകിയ മികച്ച കുറ്റാന്വേഷണ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് H വെങ്കടേഷ്. അദ്ദേഹം നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ മേധാവിയാണ്. അദ്ദേഹമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവിന്മേൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന 7-അംഗ സമിതിയെ നയിക്കുന്നത് H വെങ്കടേഷാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹം തന്നെയായിരിക്കാം ക്രമസമാധാന ചുമതലയിലേക്ക് ADGP-ആയി നിർണായക പദവിയിലേക്ക് വരിക. അദ്ദേഹത്തിനാണ് സാധ്യത കൂടുതലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ബൽറാം കുമാർ ഉപാധ്യായെ പരിഗണിക്കുകയുള്ളൂ. പക്ഷേ മനോജ് എബ്രഹാമിനെ ആ പദവിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് അദ്ദേഹം ജനുവരിയിൽ പോലീസ് മേധാവിയാകാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. ജനുവരിയിൽ അദ്ദേഹം DGP ആകും. അദ്ദേഹം ഇപ്പോൾ തുടരുന്ന ഇന്റലിജൻസ് മേധാവി സ്ഥാനത്ത് അദ്ദേഹം ഡിസംബർ വരെ മാത്രമേ കാണുകയുള്ളൂ. അദ്ദേഹം DGP തസ്തികയിലേക്ക് ജനുവരിയിൽ മാറുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിലേക്ക് ഈ ഘട്ടത്തിൽ കൊണ്ടുവരുന്നതിൽ ആഭ്യന്തര വകുപ്പിനുള്ളിൽ ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 2 പേരുകൾക്കാണ് ഇപ്പോൾ മുൻഗണന. ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിലേക്ക് H വെങ്കടേശനെ, ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേശനെ പരിഗണിക്കാനുള്ള സാധ്യതയേറുകയാണ്. അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് അറിയിച്ചാൽ മാത്രമേ ബൽറാം കുമാർ ഉപാധ്യായെ പരിഗണിക്കുകയുള്ളൂ എന്ന സൂചനയാണ്. അദ്ദേഹം ജയിൽ മേധാവി സ്ഥാനത്ത് തുടരുകയാണ്. ബൽറാം കുമാർ ഉപാധ്യായ തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണറായി, അതിനുശേഷം റേഞ്ച് IG ആയി ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചതിന് ശേഷമാണ് ജയിൽ മേധാവിയായി ഏതാനും നാളുകളായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 പേരുകളിലേക്കാണ് ആഭ്യന്തര വകുപ്പിലെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. H വെങ്കടേഷോ ബൽറാം കുമാർ ഉപാധ്യായോ, ഇവരിൽ ആരാകും ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിലേക്ക് എത്തുക എന്നതാണ് ഉയർന്നു കേൾക്കുന്ന ചോദ്യം. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസ് അക്കാദമിയുടെ ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്ന P വിജയനെ, സസ്പെൻഷന് ശേഷം സർവീസിലേക്ക് തിരികെ എത്തിയ P വിജയനെ ഏതെങ്കിലും ഈ നേതൃമാറ്റങ്ങൾക്കിടയിൽ ഏതെങ്കിലും നിർണായകമായ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുമോ? അതിനപ്പുറത്തേക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് അദ്ദേഹം പോയേക്കുമെന്ന തരത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ, അതിൽ ഏത് തരത്തിലായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകുക എന്നതൊക്കെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും P വിജയനെതിരെ ഉണ്ടായ നടപടി അത് പ്രതികാര നടപടിയായിരുന്നു. അത് ക്രമസമാധാന ചുമതലയുള്ള ADGP ബോധപൂർവം
പി വിജയനെതിരായ നടപടിക്ക് പിന്നിൽ ഭരണപക്ഷത്തെ ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിച്ചുകൊണ്ട് നടത്തിയ ഇടപെടലാണ് പി വിജയനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ എം.ആർ. അജിത് കുമാറിന്റെ ഇടപെടലുണ്ട് എന്ന തരത്തിലുള്ള വിമർശനമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെ മാറ്റിയേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നത്. എന്തായാലും രാവിലെ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഗൌരവതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. അതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു. പി.വി. അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ കൃത്യമായി പാർട്ടിയുടെ അറിവോടെ തന്നെയാണ്, പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് അദ്ദേഹം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്ന സൂചനകൾ രാവിലെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രി തന്നെ ഉയർന്നു കേട്ട ആക്ഷേപങ്ങൾ ഗൌരവമുള്ളതാണ് എന്ന കണക്കിലെടുത്ത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേഷ് സാഹിബ് തന്നെ കേസിൽ അന്വേഷണം നടത്തും എന്ന പ്രഖ്യാപനം നടത്തിയത്. അത് തന്നെയാണ് ഇപ്പോൾ നിർണായകമായ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. സ്വാഭാവികമായി നാളെ പി.വി. അൻവർ എം.എൽ.എ അദ്ദേഹത്തിന്റെ കൈവശമുള്ള തെളിവുകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കാണുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനു മുൻപ് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെ മാറ്റുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരം ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് പോലീസ് കേന്ദ്രങ്ങളിലും ഉയർന്നു കേൾക്കുന്ന ചോദ്യം. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ചേരിതിരിവ് വലിയ തരത്തിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന അനിൽകാന്തും അതിനുശേഷം ഇപ്പോൾ പോലീസ് മേധാവി സ്ഥാനം ഏറ്റെടുത്ത ഷെയ്ഖ് ദർബേഷ് സാഹിബും അവർ കൃത്യമായി റബ്ബർ സ്റ്റാമ്പ് പോലെ നിൽക്കുകയായിരുന്നു. അവർക്ക് മുകളിൽ ഭരണതലത്തിൽ ഇടപെടലുകൾ നടത്തിയിരുന്നതും മറ്റ് നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്നതും ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എം.ആർ. അജിത് കുമാർ ആയിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിൽ ഷെയ്ഖ് ദർബേഷ് സാഹിബ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള ധീരസം അറിയിച്ചതായിട്ടുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്കൊന്നും കൃത്യമായി സംസ്ഥാന പോലീസ് മേധാവി തീർച്ചയായും പോലീസ് തലപ്പത്ത് ക്രിമിനലുകളും കൊലപാതകങ്ങളും വരെയുണ്ടെന്ന ഇടതുപക്ഷ എം.എൽ.എയുടെ ആരോപണത്തിൽ ആടിയുലഞ്ഞ് സർക്കാർ ഇപ്പോൾ മുഖം രക്ഷിക്കാനുള്ള നിർണായക നീക്കത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരായ കടുത്ത ആരോപണങ്ങൾ ഏത് തരത്തിൽ മറികടക്കാനാകും എന്ന കാര്യത്തിലൊരു ആലോചന ഇപ്പോൾ ഭരണതലത്തിൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആഭ്യന്തര വകുപ്പ് അടക്കി വാഴുകയാണെന്ന പ്രതീതി ഉണ്ടായതോടെ മുഖ്യമന്ത്രിക്ക് വകുപ്പിൽ നിയന്ത്രണമില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ആക്ഷേപമുണ്ട്. ഇതോടെ കടുത്ത അതൃപ്തിയിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു. ഇതിന്റെ പ്രതിഫലനം ഇന്ന് പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ നമ്മൾ കാണുകയും ചെയ്തു. മുഖ്യമന്ത്രിയും DGP ദർവേഷ് സാഹിബുമായി കൂടിക്കാഴ്ച നടത്തി നമ്മൾ കണ്ടു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ADGP എം.ആർ. അജിത് കുമാർ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. അജിത് കുമാർ മുഖ്യമന്ത്രിക്കും DGPക്കും കത്തും നൽകിയിരിക്കുന്നു. അതേസമയം അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിച്ച് മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ് എന്നാണ് വ്യക്തമാകുന്നത്. പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയും ADGPയും ഒരുമിച്ചുണ്ടായിരുന്നു. പത്തനംതിട്ട SP S. സുജിത് ദാസിനെതിരെ നടപടിയുണ്ടാകുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. CPM-ലെ ഒരു വിഭാഗത്തിന്റെ പിൻബലത്തോടെയാണ് പി ശശിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരായി പി.വി. അൻവർ രംഗത്തെത്തിയത് എന്ന സൂചന കൂടി നമുക്ക് ലഭിക്കുന്നു. പാർട്ടിക്ക് അതീതമായി വളരാൻ ആരെയും അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നത്. ഈ സാഹചര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പിന്നാലെ തിരുത്തൽ നടപടികളിലേക്ക് കൂടി സർക്കാർ പോകുന്നു, അല്ലെങ്കിൽ പാർട്ടി പോകുന്നു എന്ന ചില സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. പല വിഷയങ്ങളിലും സർക്കാരിനെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള സംശയം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടാതെ അൻവറിനെ പിണക്കാതെയുള്ള പരിഹാരം അതെങ്ങനെ ഉണ്ടാകുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വരേണ്ടത്. അൻവറിനെ പിണക്കാനാവില്ല. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരാൻ പാടില്ല. അതനുസരിച്ചുള്ള പരിഹാരം ഉദ്യോഗസ്ഥരെ അടക്കം ബലിയാടാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമില്ലേ എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കാരണം ADGPയെ പോലെ ഒരാളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടെങ്കിൽ, ആരോപണങ്ങൾ സത്യമെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് എന്ന ചോദ്യം പ്രധാനമാണ്. പി ശശിയെ പോലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പോലും അതിശക്തമായ ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം എങ്ങനെ എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. ഏതായാലും നിർണായകമായ
നീക്കങ്ങൾ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നു. പോലീസിലെ ചേരിതിരിവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നു. ചില മാറ്റങ്ങൾ, ചില തലകൾ ഉരുണ്ടേക്കാം എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ADGP അജിത് കുമാർ പുറത്തേക്ക് എന്ന് തന്നെയാണ്. ഒരുപാട് പേരുകൾ ഈ തരത്തിൽ വരുന്നുണ്ട്. വെങ്കടേഷൻ ബൽറാം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. ഡാൻ, അങ്ങനെ മനോജ് എബ്രഹാം ഈ പറഞ്ഞതുപോലെ ജനുവരിയിൽ അടുത്ത DGP ആകേണ്ട ആൾ കൂടിയാണ് സീനിയോറിറ്റി അനുസരിച്ച് എന്നുള്ള വ്യക്തതയുണ്ട്. ഇപ്പോൾ ഇത്തെ ആരോപണങ്ങൾ വെച്ച് അങ്ങനെ മനോജ് എബ്രഹാമിന്റെ ഭാവിയും ആ തരത്തിൽ തുലാസിലാണ് എന്നുള്ളതല്ലേ? അദ്ദേഹത്തെ, അതായത് 2025 ജനുവരിയിൽ DGP ആയാൽ അദ്ദേഹം 2031 വരെ ആ സ്ഥാനത്തുണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പെട്ടെന്ന് ക്രമസമാധാന ചുമതലയില്ല ADGP പദവിയിലേക്ക് മാറ്റാതെ ഇന്റലിജൻസ് തലപ്പത്ത് തന്നെ തുടരാൻ അനുവദിക്കുന്ന തരത്തിലുള്ള സാധ്യതകളാണ് ആഭ്യന്തര വകുപ്പിൽ പ്രധാനമായി പുരോഗമിക്കുന്നത്. പക്ഷേ ഈ സാങ്കേതികത്വം കാരണമാണ്, അതായത് ഈ പ്രവൃത്തി പരിചയം കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറായി തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ പ്രവർത്തിച്ചയാളാണ് അദ്ദേഹം. അതിനു പുറമെ ദക്ഷിണ മേഖല റേഞ്ചിന്റെ IG, അതോടൊപ്പം ADGP പദവിയിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലകളെ ADGP പദവിയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നീട് DGP പദവിയിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള സാങ്കേതികത്വം പരിഗണിച്ചുകൊണ്ടാണ് തൽക്കാലം അദ്ദേഹത്തെ നിലവിൽ തുടരുന്ന ഇന്റലിജൻസ് മേധാവിയുടെ തലപ്പത്ത് തുടരാൻ അനുവദിച്ചതിന് ശേഷം മാത്രം ജനുവരിയിൽ DGP ആക്കിയാൽ മതി എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ്, അതല്ല എങ്കിൽ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ, ഇതിൽ H. വെങ്കടേഷിന് തന്നെയായിരിക്കാം സാധ്യത, മുൻതൂക്കം കൂടുതൽ. കാരണം അദ്ദേഹം ക്രമസമാധാന ചുമതലയിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളയാളാണ്. തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണറായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അതിനുശേഷം ബെക്കോയുടെ തലപ്പത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ തലപ്പത്തേക്ക് ക്രൈംബ്രാഞ്ച് ADGP എന്ന നിർണായക പദവിയിൽ പോലീസ് ആസ്ഥാനത്ത് തുടരുന്നത്. സർക്കാരുമായി ആഭ്യന്തര വകുപ്പുമൊക്കെയായി വലിയ ബന്ധമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനും പാർട്ടിക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരാൾ തലപ്പത്തേക്ക് വരണമെന്നൊരു ആവശ്യം സർക്കാർ. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം, ഡാൻ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ്. സുജിത് ദാസിന് സസ്പെൻഷൻ ഉത്തരവ് ഉടൻ ഇറങ്ങും. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങിയേക്കാം എന്നുള്ളതാണ്. സുജിത് ദാസിന്റെ ഓഡിയോ സംഭാഷണമടക്കം നേരത്തെ PV അൻവർ പുറത്തുവിട്ടത് നമ്മൾ കണ്ടതാണ്. PV അൻവറോട് തന്നെ രക്ഷിക്കണമെന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഓഡിയോ സംഭാഷണം ഉണ്ടായിരുന്നു. ഇപ്പോൾ സുജിത് ദാസിന് സസ്പെൻഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്പസമയത്തിനകം ഉണ്ടാകും. അങ്ങനെ ആദ്യത്തെ വിക്കറ്റ് വീണു, പോലീസിലെ ആദ്യത്തെ വിക്കറ്റ് വീണു എന്ന് വേണം മനസ്സിലാക്കാൻ. SP സുജിത് ദാസിന് സസ്പെൻഷനാണ്. നേരത്തെയും ഇത് നടപടികൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് സുജിത് ദാസ് എന്ന് മനസ്സിലാക്കണം. ഇതിനിടയിലാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ സംഭാഷണം പുറത്തുവരികയും ഒടുവിൽ ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഡാൻ കുര്യൻ തുടരുന്നു. ഡാൻ, സുജിത് ദാസിന്റെ സസ്പെൻഷനിലൂടെ പോലീസിലെ ആദ്യ വിക്കറ്റ് വീണു. ആദ്യത്തെ ആരോപണ വിധേയന്റെ നടപടി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ ഇന്നലെ ഉയർന്നു കേട്ട ആക്ഷേപങ്ങളിൽ ആദ്യ നടപടി PV അൻവർ MLA-യുമായി ഫോണിൽ സംഭാഷണം നടത്തി ADGP MR അജിത് കുമാറിനെതിരെ അടക്കം ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പോലീസ് സേനയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന ഇടപെടലുകൾ നടത്തി എന്നതിന്റെ പേരിലായിരിക്കാം SP സുജിത് ദാസിനെതിരെ, പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെതിരെ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് വേണം കരുതാൻ. അത് തുടക്കം മാത്രമാണ്. സുജിത് ദാസ് ഒരു വലിയ കണ്ണിയുടെ ഇങ്ങേ തലത്തിൽ മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഉന്നതരായ പല ഉദ്യോഗസ്ഥർക്കെതിരെയും ആക്ഷേപങ്ങൾ ഉയർന്നു കേൾക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ അന്വേഷണ വിധേയമായി SP ആയിരുന്ന സുജിത് ദാസിനെ മുൻ മലപ്പുറം SP, നിലവിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ ചുമതലയുണ്ടായിരുന്ന SP, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ MR അജിത് കുമാറിനെതിരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ? അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിടുമോ? ആഭ്യന്തര വകുപ്പ് അത്തരമൊരു തീരുമാനം കൈക്കൊള്ളുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട് എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ അവിടെ നിന്ന് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ. അങ്ങനെയാണെങ്കിൽ MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആക്ഷേപങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണോ എന്ന സംശയം
ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് PV അൻവറുമായി ഫോണിൽ സംസാരിച്ച ADGPക്കെതിരെ ഗുരുതര പരാമർശങ്ങൾ നടത്തിയ SP സുജിത് ദാസിനെ പദവിയിൽ നിന്ന് നീക്കിക്കൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത്. അടുത്തതാരാണ് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ നടപടികളിലേക്ക് നീങ്ങാൻ അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണം സുഗമമാക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമോ? അതാണ് ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യവും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന്, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി നിന്ന് നിർണായകമായ പല ഘട്ടങ്ങളിലും അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ, ഒരുപക്ഷെ വയനാട് ദുരന്തമുഖത്ത് അത്രയധികം ദിവസങ്ങൾ തുടർന്ന MR അജിത് കുമാറിനെതിരെ വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു നീക്കം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നേരത്തെ മുതൽ ഉയർന്നു കേട്ട ആക്ഷേപങ്ങളിൽ PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് കൃത്യമായി നേതൃത്വത്തിന്റെ തന്നെ അറിവോടെയാണെന്ന് സംശയം ബലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉയരുന്നത്. MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത കൈവരുന്ന സാഹചര്യമുണ്ടാകും. അവിടെ ആഭ്യന്തര വകുപ്പിന് നേരത്തെ മുതൽ ലഭിച്ച പരാതികൾ, സംസ്ഥാന പോലീസ് മേധാവിക്ക് MR അജിത് കുമാറിന്റെ ഇടപെടലുകളുണ്ടായ അസംതൃപ്തി, അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അറിയിച്ച കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റി നിർത്തുക എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. അവിടെ അദ്ദേഹത്തിനെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള വകുപ്പ് തലത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. അതിന് മുന്നോടിയായി SP സുജിത് ദാസ് സസ്പെൻഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോലീസ് സേനയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് PV അൻവർ തുറന്നുവിട്ട ഭൂതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു. പോലീസ് സേനയിലെ ആദ്യ വിക്കറ്റ് വീഴുന്നതും അതും സുജിത് ദാസിന്റെ രൂപത്തിൽ. ഇനി PV അൻവർ ഉന്നയിച്ച മറ്റു ചില ആളുകൾ കൂടിയുണ്ട്, അജിത് കുമാറിനെ പോലുള്ള ആളുകൾ. അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും സർക്കാർ തലത്തിൽ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.